യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ 14 ദിവസത്തെ പ്രാർത്ഥനായാത്രയുടെ അനുഗ്രഹീതമായ 5-ാം ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെയും വലിയ പ്രത്യാശയോടെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ ഒരുമിച്ച് ഈ വചനത്തിന് മുന്നിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പുകൾ ദൈവം അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേവലം ഒരു വീഡിയോ അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും പരസ്പരം താങ്ങാവുകയും നമ്മുടെ സങ്കടങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തോട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ ആത്മീയ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം നിങ്ങളുടെ എല്ലാ വ്യാകുലതകളും മാറ്റിവെച്ച് ശാന്തമായി ഈ വചനത്തിന് ചെവികൊടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല പ്രതിസന്ധികളെയും കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന പുതിയ നിയോഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു കരുതൽ നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 22 വർഷമായി വാടക വീട്ടിൽ കഴിഞ്ഞ് സ്വന്തമായ ഒരു വീടിനായി കൊതിക്കുന്നവർ, 10 വർഷം മുൻപ് മറ്റൊരാൾക്ക് നൽകിയ കടം തിരികെ കിട്ടാതെ വിഷമിക്കുന്നവർ, ISROയിലും റെയിൽവേയിലും കേന്ദ്രീയ വിദ്യാലയത്തിലുമൊക്കെ ജോലി സ്വപ്നം കണ്ട് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർ, അയർലൻഡിലേക്കും ഇസ്രായേലിലേക്കും ദുബായിലേക്കും പോകാൻ കടമ്പകൾ കടക്കാനിരിക്കുന്ന മക്കൾ, നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് നമ്മൾ ഈ വചനത്തോട് ചേർത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനം 37:5 ആണ്. നിന്റെ വഴി കർത്താവിനെ ഏൽപ്പിക്കുക, അവനിൽ വിശ്വസിക്കുക, അവൻ അത് നിർവഹിക്കും. എത്ര മനോഹരമായ വാഗ്ദാനമാണിത്! നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വഴികളെ കർത്താവിനെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ്. മകൻ ജോസഫിന്റെയോ മകൾ ഭദ്രയുടെയോ ഒക്കെ വിവാഹ തടസ്സങ്ങൾ മാറി ഉചിതമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഇന്നിന്ന് ഈ വചനം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അബ്രഹാത്തിന്റെ ദാസൻ ഇസഹാക്കിനു വേണ്ടി ഒരു വധുവിനെ തേടിപ്പോയപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നീ എനിക്ക് ഇന്ന് കാര്യങ്ങൾ സാധിച്ചു തരണമേ എന്ന് നമുക്കും ഇന്ന് ഒരുമിച്ച് അപേക്ഷിക്കാം. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഹൃദയസംബന്ധമായ അസുഖങ്ങളുണ്ടെന്ന് കേട്ട് ഭയപ്പെടുന്ന ആ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്നാണ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം ദൈവം കാത്തുസൂക്ഷിക്കും. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ കാരണം ബുദ്ധിമുട്ടുന്ന സുനിതയെപ്പോലെയുള്ള സഹോദരങ്ങൾക്കും, വിട്ടുമാറാത്ത തലകറക്കം അനുഭവിക്കുന്ന അമ്മമാർക്കും, വയറുവേദനയാൽ കഷ്ടപ്പെടുന്നവർക്കും വചനത്തിന്റെ സൗഖ്യം ഇന്ന് ലഭിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ പലതും സംഭവിക്കും. കടബാധ്യതകൾ കാരണം കോടതി കയറേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നവർ ഭയപ്പെടേണ്ട. കോടതി കേസുകളിൽ നീതിയുള്ള വിധി ലഭിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തോട് യാചിക്കാം. നോർത്ത് ഇന്ത്യയിലുള്ള വീട് വിൽക്കാനും നാട്ടിൽ ഒരു ഭവനം വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് ദൈവം വഴിയൊരുക്കട്ടെ. ELTS IELTS പരീക്ഷയും CMA പരീക്ഷയും നീറ്റ് എഴുതുന്ന മക്കളുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ഇടയിൽ ഒരു മകളെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന കുടുംബമുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ ഈ ലോകത്തിന് കഴിയില്ലെങ്കിലും ദൈവത്തിന്റെ സമാധാനം അവരിലേക്ക് ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ 5-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ പങ്കുചേരുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയിൽ പരസ്പരം പ്രാർത്ഥനാ സഹായം തേടുന്ന ഓരോ സഹോദരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് അപേക്ഷിക്കുന്നു. ISROയിലും റെയിൽവേയിലും ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ആ വാതിൽ നീ തുറന്നുകൊടുക്കണമേ. 22 വർഷത്തെ വാടക ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് നീ വഴിയൊരുക്കണമേ. 10 വർഷം മുൻപ് കടം നൽകിയ പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുന്ന മകളുടെ ഉള്ളിൽ നീ സമാധാനം നിറയ്ക്കുകയും ആ പണം തിരികെ ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്യണമേ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഹൃദയരോഗങ്ങൾ നീക്കി
പൂർണ്ണ ആരോഗ്യരോഗ്യത്തോടെ ആ കുഞ്ഞിനെ മാതാപിതാക്കളുടെ കൈകളിൽ നൽകണമേ. ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർക്കും തലകറക്കവും ശാരീരിക വേദനകളും അനുഭവിക്കുന്നവർക്കും പൂർണ്ണ വിടുതൽ നൽകണമേ. വിവാഹ തടസ്സങ്ങൾ നീക്കി മക്കൾക്ക് ഉചിതമായ പങ്കാളികളെ നൽകണമേ. കുവൈറ്റിലും ദുബായിലും വിസ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് സഹായമാകണമേ. പൈശാചിക ശക്തികളുടെ പിടിയിൽപ്പെട്ട മക്കളെ നീ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ നീ കേൾക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴി ഏൽപ്പിച്ചുകൊടുത്താൽ അവനത് നിർവഹിക്കും എന്നതിൽ നമുക്ക് സംശയമില്ല. കോം പരീക്ഷാഫലത്തിനായി കാത്തിരിക്കുന്ന മകൻ അരുണിന് നല്ല വിജയം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ മറ്റ് മക്കളുടെ ഫലങ്ങളും സന്തോഷവാർത്തയായി കടന്നുവരട്ടെ. വിദേശത്ത് ജോലി ലഭിച്ച് 1 മാസമായിട്ടും ഉയർച്ചയില്ലാത്ത മകനു വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അവൻ ആ നാട്ടിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭർത്താവിന്റെ പുകവലിയും മദ്യപാനവും മാറാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരും മക്കളും നിരാശപ്പെടരുത്. നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന അവരെ ഒരു ദിവസം മാനസാന്തരത്തിലേക്ക് നയിക്കും. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കാനും കരുതാനും പഠിക്കണം. മറ്റുള്ളവരുടെ കുറവുകൾ നോക്കാതെ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ തടസ്സങ്ങളും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. പൈശാചികമായ ചിന്തകളിൽ നിന്നും സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്നും നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അത് വായിക്കുന്ന നമ്മുടെ കൂട്ടായ്മയിലെ മറ്റ് സഹോദരങ്ങളും നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ നമ്മളൊരു വലിയ സ്നേഹത്തിന്റെ ചങ്ങലയായി മാറണം. ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഒരു കുറവുമുണ്ടാവില്ല. നമ്മുടെ അതിരുകൾ ദൈവം വിസ്തൃതമാക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ദോഷവും നമ്മുടെ ആരെയും തൊടാതിരിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ അസാമാന്യമായ സമാധാനം നിറയട്ടെ. നമ്മൾ ഈ യാത്രയിൽ എന്നും ഒരുമിച്ചുണ്ടാകണം. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് 6-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ആശ്വാസവചനം ആവശ്യമുള്ള അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നുമുണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.